നമ്മളൊരു ബിൽഡിംഗ് ഒരു റൂം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ റൂമിന് പ്രോപ്പറായിട്ട് അകത്ത് കയറാനും പുറത്ത് കയറാനും കാറ്റിന് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കാറ്റ് അകത്ത് കയറി പുറത്തേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഒരു അടഞ്ഞ മുറി ഉണ്ടാക്കി ഒരു സൈഡ് മാത്രം ഓപ്പണിംഗ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനകത്തേക്ക് കാറ്റ് കയറില്ല. അതുപോലെ തന്നെ കാറ്റ് അടിക്കുന്ന ഡയറക്ഷൻ, അപ്പോൾ നമ്മൾ വീടിൻ്റെ ഓറിയൻറ്റേഷൻ, വീടിനെ വയ്ക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ നോക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതായത് ചെങ്കല്ല് കാണുന്ന രീതിയിൽ പണിഞ്ഞിട്ടുള്ള വീടുകൾ, അതുപോലെ ചുടുകട്ട, അതുപോലെ തന്നെ മഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള വീടുകൾ, AC ബ്ലോക്ക് വെച്ച് ചെയ്തിട്ടുള്ള വീടുകൾ, ഇത്തരത്തിലുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം അത് ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ട്രഡീഷണൽ വീട് നമ്മളിപ്പോഴും നല്ല രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കിയേ പറ്റൂ. തീർച്ചയായിട്ടും ഈ എല്ലാ കാര്യങ്ങൾക്കും ഇതിനൊരു നല്ല വശം വരുന്ന സമയത്ത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള അതായത് ഒരു അഡ്വാൻറ്റേജ് വരുന്ന സമയത്ത് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. ഒരു ചെറിയ വാട്ടർ ബോഡി അല്ലെങ്കിൽ ഒരു ചെറിയ മൂവ്മെൻ്റ് ഉള്ള ഒരു വാട്ടർ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തു നിന്നുള്ള ഒരു കൂളർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് ആ വെള്ളത്തിനകത്ത് നിന്നുള്ള തണുപ്പ്, ഒരു ഇവാപറേറ്റീവ് കൂളിംഗ് നമുക്ക് നമ്മുടെ വീടിനകത്തേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും. ഇത്തിരി ചൂടായിട്ടിരിക്കുന്ന ഒരു റൂമിനെ എയർ കണ്ടീഷൻ ചെയ്ത് തണുപ്പിക്കുന്നതിനേക്കാൾ സുഖമാണ് ഇത്തരത്തിൽ ചൂട് വരാതെ ഒരു പാസീവായിട്ടുള്ള ഫോർമാറ്റിൽ ഇരിക്കുന്ന റൂമിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എയർ കണ്ടീഷൻ വെച്ചിട്ടായാലും കൂൾ ചെയ്യിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അത് തുറന്നിട്ട് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓട്ടോമേഷനൊക്കെ വെച്ച് അത് ഓപ്പണൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ വിൻ മൂവ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുക.